മഹാനാണ്. ഉസ്താദ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ദൈവമാണ് വലുത്. ദൈവം എന്നുള്ള കൺസെപ്റ്റിലേക്ക് എടുത്ത് അല്ലാഹു അക്ബർ എന്ന വാക്കിന് അതല്ല അർത്ഥം, ദൈവം മഹാനാണ്. അപ്പോൾ എൻ്റെ ദൈവം മഹാനാണ് എന്ന് ഞാൻ സങ്കല്പിച്ചാൽ ഇല്ല, അവിടെ എല്ലാം ഇപ്പോൾ അവിടെ ഒരു വാക്ക് കൂടി അധികം പറയേണ്ടി വരികയാണ്. ഇപ്പോൾ നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിൻ്റെ തിയോളജി പ്രകാരം ഒരു ക്ലാസ് നെയിമാണ്, വർഗ്ഗനാമമാണ്. അപ്പോൾ എല്ലാ ആരാധിക്കപ്പെടുന്ന സാധനങ്ങളും ദൈവമാണ്. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ആ ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് സത്യത്തിൽ ആരാധനക്കർഹൻ അൽ ദൈവമായ, നമ്മൾ അൽ മലപ്പുറം എന്നൊക്കെ പറയുന്ന മാതിരി അൽ ദൈവമായ ദ ഗോഡായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അൽ ഇലാഹ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അറബി ഇലാഹാണ്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിയായ ദൈവം അൽ മഅബൂദ് ബി ഹഖ് അൽ ഇലാഹാക്കിയിട്ട് പിന്നെ അറബി പ്രയോഗ പ്രകാരം അള്ളാഹു നാക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്ര അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അൽ ഇലാഹിൻ്റെ ഒരു വിശാലമായ അർത്ഥം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സംസ്കൃതത്തിലെ ശ്ലോകമുണ്ട്, ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഏകമായ സത്യമാണ്, സത്യം ഒന്നേ ഉള്ളൂ. അതിനെ പല പണ്ഡിതന്മാർ പല അർത്ഥത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ പറഞ്ഞു വെച്ചാൽ സിമ്പിളാണ്. ഈ ആട്രിബ്യൂട്ട്സിൽ യോജിക്കുക എന്നുള്ളത് ഇസ്ലാമിക് ആട്രിബ്യൂട്ട്സ് യോജിക്കേണ്ട, സത്ത് ഒന്നേ ഉള്ളൂ, ഒരു സത്ത് മാത്രമേ ഉള്ളൂ. ഇലാഹ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് പല ആളുകൾ അതല്ല നമ്മൾ പറയുന്നത്. അൽ ഇലാഹ് ആയിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, ബാക്കി അർഹതയില്ലാതെ പിന്നെ കൽപ്പിക്കപ്പെട്ട ദിവ്യത്വങ്ങളാണ് മറ്റുള്ളതിൽ ഉള്ളത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ ഒരു അടിസ്ഥാന പ്രമാണത്തിലുള്ള ചില ദാർശനികമായ പ്രശ്നങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ വന്നത്. ഈ ഒരു അടിസ്ഥാന പ്രമാണത്തിന് ചില ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ദാർശനികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ നിന്ന് രഞ്ജിത്ത് ചോദിക്കണ്ടേ, ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ദൈവം അല്ലാ എന്നുള്ളത് അൽ ഇലാഹ് എന്നതിൻ്റെ ഒരു സമസ്ത പദമായിട്ട്, അതായത് ദ ഗോഡ് എന്നാണ് അല്ലാ എന്നുള്ളതിനെന്ന് ഷുഹൈബുൽ ഹൈത്തമി പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്ത് ചോദിക്കുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ ആര് ഏത് ദൈവത്തിനെ വിളിച്ചാലും ദ ഗോഡ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളെങ്കിൽ അത് ആ ഒരു ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ വരവ് വെച്ചൂടെ എന്നുള്ള ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യം ഓക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒറ്റ ദൈവമേ ഉള്ളൂ, ഏക ദൈവമേ ഉള്ളൂ, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഏത് ദൈവത്തിനെ വിളിച്ചാലും ആ ദൈവം എന്നതുകൊണ്ട് ആളുകളെല്ലാം ഉദ്ദേശിക്കുന്നത് വേറെ ഏത് ഭാഷയിലെ ദൈവത്തെ വിളിച്ചാലും അത് പോകുന്നത് അള്ളാഹുവിൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷിർക്ക് എന്ന് പറഞ്ഞ സംഭവം, ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പരമമായ കുറ്റം ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഷുഹൈബുൽ ഹൈത്തമി ഉസ്താദ് കിടന്ന് ഉരുളേണ്ടി വരുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു അഭിപ്രായത്തിൽ അൽ ഇലാഹ് ദ ഗോഡാണ് അള്ളാഹുവായി മാറിയത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ അർത്ഥം ദർ ഇസ് നോ ഗോഡ് എക്സെപ്റ്റ് ദ ഗോഡ് എന്നായി മാറും. എന്നാൽ സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. കാരണം ഏത് ദൈവത്തെ വിളിച്ചാലും അത് ദ ഗോഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ദ ഗോഡിലേക്കാണ് പോകുന്നത്. ഇനി അപ്പോൾ ഉസ്താദ് ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല, കുറേ ദൈവങ്ങളുണ്ട്, ആരാധനയ്ക്ക് അർഹൻ അതിൽ അള്ളാഹു മാത്രമാണ്. അപ്പോൾ കുറേ ദൈവങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ സമ്മതിക്കേണ്ടി വരികയാണ്. കുറേ ദൈവങ്ങളുണ്ട്, അതിൽ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത് അള്ളാഹു മാത്രമാണെന്നുള്ളത്. അപ്പോൾ ഈ കുറേ ദൈവങ്ങളുണ്ടെങ്കിൽ ഈ ദൈവത്തിനൊക്കെ ആരാ സൃഷ്ടിച്ചത്? അത് എല്ലാത്തിനും സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ, ഏകനായ ദൈവമാണെങ്കിൽ കുറേ ദൈവത്തെ സൃഷ്ടിച്ചിട്ട് ആ ദൈവങ്ങളൊന്നും ആരാധനയ്ക്ക് അർഹനല്ല എന്നുള്ളൊരു സിദ്ധാന്തമാണ് അള്ളാഹു ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതും ഈ ഷിർക്കും ബഹുദൈവ വിശ്വാസവും കൂടി തമ്മിൽ ഒത്തുപോകാത്ത ഒരു ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി അവിടെ ഉണ്ട്, ഒരു യുക്തിഭദ്രത കുറവ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു മറുപടി ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ തരികയാണെങ്കിൽ അതൊരു ഉപകാരമായിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ.